കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വേദികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട വിജയ് സാർ, ജയൻ സാർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സന്നിധനായിരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ കേരളപ്പിറവി ദിന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് ഇന്ന് 64 വർഷമാവുകയാണ്. കടലിനും മലനിരകൾക്കും മധ്യേ വളരെയധികം സവിശേഷതകളേറിയ ഒരു നാടാണ് കേരളം. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓരോ കേരളപ്പിറവി ദിനവും വന്നു ചേരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ 1956 നവംബർ 1 മലയാളികൾക്കായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താണ് കേരള സംസ്ഥാനത്തെ രൂപീകരിച്ചത്. നാളെ ഇതുവരെ കാണാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കൊറോണ എന്ന മഹാവ്യാധിയെ പ്രതിരോധിക്കാനുള്ള പരിശ്രമത്തിലാണ് ലോകരാജ്യങ്ങളെല്ലാം. നാളിതുവരെ നമ്മൾക്ക് വിവിധ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ നിർത്താൻ സാധിച്ചത് മലയാളികളുടെ ഒരൊറ്റ വികാരം കൊണ്ടാണ്. നമ്മുടെ നാട്, നമ്മുടെ കേരളം. ഇനി ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി തന്നെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷയായ പാർവതി പി അജീനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വിജേഷ് സാറിനെയും ഈ ചടങ്ങ് ഒരുക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട ജയൻ സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഈ ചടങ്ങ് നടത്താൻ എല്ലാ പ്രോത്സാഹനവും സഹായവും നൽകിയ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലകളിലെ പോലെ നാളെയും ഒത്തൊരുമയുടെ കേരളപ്പിറവി ദിനം ആഘോഷിക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പച്ചപ്പിന്റെയും നാടായ കേരളത്തിന്റെ ജന്മദിനമാണ് നവംബർ 1. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ അടങ്ങുന്ന കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ടത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വിദ്യാഭ്യാസം തുടങ്ങിയ പല മേഖലകളിലും തന്നെ മുന്നോട്ട് നിൽക്കുന്നതെന്നത് നാം ഓരോ മലയാളിക്കും അഭിമാനകരമാണ്. ഇന്ന് കേരളപ്പിറവി ആസ്പദമാക്കി ഒരു ഓൺലൈൻ പരിപാടി ആസൂത്രണം ചെയ്യാൻ ഞങ്ങളെ നിർദ്ദേശിച്ച പ്രിയപ്പെട്ട ജയൻ സാറിനെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുക എന്ന കർത്തവ്യം എന്നിൽ ഏൽപ്പിച്ചതിൽ അതിയായ സന്തോഷത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയ ശ്രീ വിജയ് സാറിനെ തന്റെ ആശയങ്ങൾ പങ്കുവെക്കുവാനായി ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ജയൻ സാർ, ആലക്കോട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോവിഡ് കാരണം സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്ന് അധ്യയനം തികച്ചും വീട്ടിലിരുന്ന് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ സ്കൂൾ ക്ലാസ് മുറികളെക്കാൾ വളരെ നല്ല രീതിയിൽ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തും വാഗ്മിയും അതുപോലെ എഴുത്തുകാരനുമായ ശ്രീ ജയൻ സാർ ആലക്കോട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി വയലാർ അനുസ്മരണവും കേരളപ്പിറവി ദിനാഘോഷവും സംയുക്തമായി ആഘോഷിക്കുന്നുണ്ടെന്നും അതിൽ ഉദ്ഘാടകനായി എന്നെ ക്ഷണിക്കുകയും ചെയ്തതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്.
നീണ്ട 5 വർഷം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്നും അദ്ദേഹം നടത്തുന്ന ഒരുപാട് പരിപാടികളുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മലയാള ഭാഷയെ ഇത്രയധികം സ്നേഹിക്കുകയും തന്റെ വിദ്യാർത്ഥികളെ വെറും പുസ്തകപ്പുഴുകളായി മാറാൻ അനുവദിക്കാതെ അവരുടെ സർഗാത്മകത വളർത്തിയെടുക്കാൻ അദ്ദേഹം നടത്തുന്ന പ്രയത്നങ്ങൾ അവിസ്മരണീയമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ഇതേ സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു നാടകാവിഷ്കാരം സാർ എനിക്ക് അയച്ചു തരികയും അത് ഞാൻ കേൾക്കുകയും ചെയ്തു. നാടകാവിഷ്കാരം പണയം. തികച്ചും അഭിനന്ദനാർഹം തന്നെയാണ് ആ ഒരു നാടകാവിഷ്കാരം. എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞു 12ഓളം നാടകങ്ങൾ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 നാടകങ്ങൾ എനിക്ക് അയച്ചു തന്നതിൽ ഞാൻ കേട്ടത് പണയം എന്ന നാടകമാണ്. കുട്ടികളുടെ കഴിവിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലെ ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയ വിദ്യാർത്ഥിക്ക് ഈ അവസരത്തിൽ ഞാൻ ഏറെ പ്രോത്സാഹനങ്ങൾ നൽകുകയാണ്. അവതരണം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് ആ ഒരു വിദ്യാർത്ഥി കാഴ്ചവെച്ചത്. ഇത്തരത്തിൽ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും ഭാഗവാക്കായി മാറുന്ന അവസരത്തിലാണ് വയലാർ അനുസ്മരണവും അതുപോലെ തന്നെ കേരളപ്പിറവി ആഘോഷവും നിങ്ങൾ ഓൺലൈനിലൂടെ സംയുക്തമായി ആഘോഷിക്കുന്നുണ്ടെന്നും അതിന് ഇങ്ങനെ ഒരു ക്ഷണം ലഭിച്ച് ഈ വേദിയിൽ എനിക്ക് വരാനും സാധിച്ചത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിനെ കീഴടക്കിയ ശ്രീ വയലാർ രാമവർമ്മ മലയാളികളുടെ മനസ്സിൽ എന്നും ചിരസ്മരണയാണ്. അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ ഒരിക്കൽ പോലും മലയാളികളുടെ മനസ്സിൽ നിന്നും മായാതെ നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം, അനേകം പാട്ടുകളുണ്ട്. 1, 2, 3 അല്ല, അനേകം പാട്ടുകൾ. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. എത്ര മനോഹരമായാണ് പുഴയെ പോലും അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ പെരിയാറിനെയും. അങ്ങനെയുള്ള അനേകം വർണ്ണനകളിലൂടെ മലയാള മനസ്സിനെ കീഴടക്കിയ ശ്രീ വയലാർ രാമവർമ്മയുടെ അനുസ്മരണം ഇത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്നു എന്നറിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 64ാം പിറന്നാൾ ആഘോഷവും നിങ്ങൾ സംയുക്തമായിട്ട് ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ പ്രൗഢിയും സംസ്കാരവും തനിമയും എന്നും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ കാഴ്ചവെക്കണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. അതിനാൽ ഈ ഒരു വേദിയിൽ വയലാർ അനുസ്മരണ പരിപാടിയും കേരളപ്പിറവി ആഘോഷവും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും ഭാവുകങ്ങൾ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കേരള കോമളധരണി എന്ന ഗാനാലാപനത്തിനായി പ്രിയപ്പെട്ട സാറാ മനുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരിണി, ജയ ജയ ധർമ്മ സമന്വ രമണി, ജയ ജനനി മാമക കേരളധരണി. പ്രേമദമാകും പ്രമദവനം താൻ ശ്യാമള സുന്ദരമെന്നുടെ രാജ്യം. പ്രേമദമാകും പ്രമദവനം താൻ ശ്യാമള സുന്ദരമെന്നുടെ രാജ്യം. മലയജ സുരബില മാരുതനേൽക്കും മലയാളം ആ മാമകരാജ്യം. ജയ ജനനി മാമക കേരളധരണി. പശ്ചിമ ജലധി തരംഗാവലിതൻ ഉത്സൃത ശീതള ശിഖര സേവ്യം കുന്തളതാപരി സേവിത നിലയം സുന്ദര കേതക
ഭൂഷിതവലയം ജയ ജനനീ. തന്റെ പ്രസന്റേഷനിലൂടെ നമ്മെ കേരളം മുഴുവൻ ചുറ്റിക്കാണിക്കുന്നതിനായി പ്രിയപ്പെട്ട ജോർജ് ജെയ്സനെ ക്ഷണിക്കുന്നു. സാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്നു കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ചടുല നൃത്തത്താൽ ഈ വേദിയെ പുളികിതമാക്കുന്നതിന് പ്രിയങ്കരിയായ കൃഷ്ണ കെ നായരെ ക്ഷണിക്കുന്നു. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം.
നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഹരിത ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. ഹരിത ഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി. നാട്ടിലാകെ നടമാടിടും നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. മനോഹരമായ ഗാനത്തിലൂടെ ഈ വേദിയെ ഊർജ്ജസ്വലമാക്കുന്നതിന് അജയ് ജോയിയെ ക്ഷണിക്കുന്നു. സഹ്യപർവ്വതം പട്ടുചാർത്തിടും സ്വപ്നഭൂമിയാം കേരളം. കേരമാമരം ചേലിലാടിടും ദേവഭൂമിയാം കേരളം. കൊഞ്ചിടും ചെറുചോലകൾ കളകാഞ്ചി തഞ്ചതിമൂളവേ, ഇടനെഞ്ചിലെ മണിവീണയിൽ പ്രിയരാഗമാമന്റെ കേരളം. കുക്കുരുവികൾ പാടും കേരളം, മണ്ണാത്തിപ്പുള്ളുകൾ പാടും കേരളം. എൻ്റെ കേരളം, എൻ്റെ കേരളം, എൻ്റെ കേരളം, എൻ്റെ കേരളം. അറബിക്കടലോ തിരയാൽ തഴുകി, ഉറുമിത്തലകൾ ഉയരെ തിതറി. അറബിക്കടലോ തിരയാൽ തഴുകി, ഉറുമിത്തലകൾ ചിതറി. ഓശാനപ്പാട്ടിലെ വീഞ്ഞായി കേരളം, താളത്താലൊപ്പന കൊട്ടും കേരളം. പരിചമുട്ടിയും കളരികെട്ടിയും കഥകളിപ്പതർ ചുവടിലാടിയും പല നിറങ്ങളായി പല മതങ്ങളായി ഒരുമ തേടും ഈ കേരളം. കുക്കുരുവികൾ പാടും കേരളം, മണ്ണാത്തിപ്പുള്ളുകൾ പാടും കേരളം. എൻ്റെ കേരളം, എൻ്റെ കേരളം, എൻ്റെ കേരളം, എൻ്റെ കേരളം. വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ കേരളം എന്ന കവിതാലാപനത്തിനായി പ്രിയങ്കരിയായ ഗ്രേസ് തെരേസ ഡൊമിനിക്കിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജയൻ സാർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് എൻ്റെ കേരളം എന്ന ശ്രീ ഗോപാലകൃഷ്ണൻ കോളേജിയുടെ കവിതയാണ്. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും, നീളെ കളകടം പാടും കാട്ടുചോലയുമാമണി വീടും, വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും മലയും, കായലും നീലവയലും നീളെ കോരിത്തരിക്കും വയലും, പീലി നീവർത്തിനാടും കൊച്ചു കേരമരതകത്തോപ്പും,
നീലേ കുളിരാളി തിങ്ങും എൻ്റെ കേരളം എന്തൊരു ഭംഗി, എൻ്റെ കേരളം എന്തൊരു ഭംഗി. കേരളപ്പിറവിയുടെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്നതിനായി പ്രിയാമരിയ സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജയൻ സർ, പ്രിയ കൂട്ടുകാരെ, സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലെ 10ാം തരത്തിലെ വിദ്യാർത്ഥികളായ നാം ഇന്ന് കേരള പിറവി ദിനം ആഘോഷിക്കുകയാണല്ലോ. നമുക്കറിയാം, കേരള സംസ്ഥാനം രൂപീകൃതമായ നവംബർ 1-ാം തീയതിയാണ് കേരള പിറവി ദിനമായി നാം ആചരിച്ചു പോരുന്നത്. 1947 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുകയും പിന്നീട് 1956 സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമാവുകയും ചെയ്തു. ഭാരതഭൂമിയുടെ നന്ദനോദ്യാനം എന്നാണ് നമ്മുടെ കൊച്ചു കേരളം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ നാം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. 1950-കളിൽ വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്ന കേരളം കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ട് വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. സാക്ഷരത, പൊതുജനാരോഗ്യം, കുടുംബാസൂത്രണം എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടം വികസിത രാജ്യങ്ങളുടെ ഇടയിൽ സ്ഥാനം പിടിക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. തലവരെ തന്നെ മാറ്റിമറിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പോരാട്ടങ്ങളുടെ നിരവധി കഥകൾ പറയാനുണ്ട് നമ്മുടെ കേരളത്തിന്. തിരുവിതാംകൂറും കൊച്ചിയും പണ്ട് മുതൽക്കേ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. എന്നാൽ മലബാർ സാമൂതിരിയുടെ ഭരണകാലത്തിനു ശേഷം ബ്രിട്ടീഷുകാർ കൈയടക്കി. ഭാരതത്തിലെ നാട്ടുരാജാക്കന്മാരുടെ പരസ്പര വിദ്വേഷങ്ങളും കലഹങ്ങളും മുതലെടുത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. അങ്ങനെ നിരവധി ചരിത്രങ്ങളുറങ്ങുന്ന നമ്മുടെ കേരളത്തിന് പുതിയ ദിശാബോധവും സമസ്ത മേഖലകളുടെ പുരോഗതിക്കും വേണ്ടി 64-ാം ജന്മവാർഷികം ആഘോഷിക്കുന്നതോടൊപ്പം നമുക്കും പ്രവർത്തിക്കാം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി പറയുന്നതിനായി അശ്വിൻ മനോജിനെ ക്ഷണിക്കുന്നു. നവംബർ 1, 1956 മുതൽ നമ്മൾ ഏവരും കേരള പിറവി ദിനം ആചരിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ സ്കൂളിൽ ആചരിക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ കോവിഡ് മഹാമാരി മൂലം നമുക്കിത് സ്കൂളിൽ ആഘോഷിക്കുന്നതിന് പകരം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ചുരുക്കേണ്ടി വന്നിരിക്കുന്നു. അധികം വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് എടുക്കട്ടെ. ആദ്യമായി തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മളെ ഏവരെയും സംബന്ധിച്ച ജയൻ സാറിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ തൻ്റെ മനോഹരമായ പ്രാർത്ഥനാഗാനം ആലപിച്ച സ്നേഹ പി വിനിയോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തൻ്റെ മനോഹരമായ സ്വാഗത പ്രസംഗം നടത്തിയ അമൽ ജോർജിനോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ആലപിച്ച സാറ മനുവിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച പാർവതി പി അജിയോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തൻ്റെ മനോഹരമായ പ്രസൻറ്റേഷനിലൂടെ നമ്മളെ ഏവരെയും കേരളം എങ്ങാനും കാണിച്ച ജോർജിൻ ജെയ്സിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പോസ്റ്റർ പ്രസൻറ്റേഷന് പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്ത വിജയ് സാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തൻ്റെ മനോഹരമായ നൃത്തം കാഴ്ചവെച്ച കൃഷ്ണ കെ നായരിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മനോഹരമായ ഒരു ഗാനം നമുക്ക് മുന്നിൽ ആലപിച്ച അജയ് ജോയിയോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കിടയിൽ ഒരു കവിത ആലപിച്ച ഗ്രേസ് തെരേസ് ഡൊമിനിക്കിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നവംബർ 1-ന്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും മുന്നിൽ മനസ്സിലാക്കി തന്ന പ്രിയാമരിയ സെബാസ്റ്റ്യനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.